ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ചായക്കുള്ള വെള്ളമൊക്കെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചക്കരക്കിഴങ്ങ് അതേപോലെ തന്നെ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയൂല്ലേ, അത് ഇന്നലെ ഇപ്പോൾ കൊടുന്നത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ചുണ്ടാക്കി. ഇപ്പൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കഴിക്കും ഒന്ന് ചെറിയൊരു പീസൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ ഇവിടെ അല്ല. അപ്പോൾ ഇപ്പോൾ പോയപ്പോൾ തന്നെ പറഞ്ഞിനി ഇത് ഉണ്ടാക്കണം പറഞ്ഞിനി കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഞാനതൊക്കെ എടുത്തുകൊണ്ട് നന്നായിട്ട് കഴുകി, പിന്നെ വലിയതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടുക്ക് മുറിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കണ്ട കേട്ടോ. എന്നിട്ട് പിന്നെ കുക്കറിൽ ഇട്ടുകൊണ്ട് വിസിൽ അടുപ്പിക്കണം കേട്ടോ. ഒറ്റ വിസിലടിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്നുണ്ടല്ലോ കുക്കറിൽ ഇട്ടാൽ. അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി എടുത്തിക്കണം കേട്ടോ. അതിൻ്റെ മേലെയൊക്കെ നിറച്ച് മണ്ണുണ്ടാകുമല്ലോ, മണ്ണിലുണ്ടാകുന്ന സാധനമല്ലേ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചക്കരക്കിഴങ്ങൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചായക്ക് വെച്ച വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ചായ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് പിന്നെ കേട്ടോ നമ്മൾ ആ ഒരു അടുപ്പത്തേക്ക് തന്നെ കുക്കറും വെച്ച് കൊടുത്തേക്കണ്. അപ്പം ഇനി ഒരു വിസിലടിച്ച് കിട്ടട്ടെ. അപ്പോഴത്തേന് നമ്മൾ അതിന് മുകൾക്കില്ലേ ഫുഡും റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മോക്ക് ഞാൻ ഇന്ന് വരകണത് കായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അരിച്ചങ്ങാണ്ട് പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ സിമ്പിളാണല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ പിന്നെ കൽക്കണ്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കൽ. ചിലവർ ശർക്കരയൊക്കെ ഉപയോഗിക്കില്ലേ കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ കൽക്കണ്ടാണ് ഉപയോഗിക്കൽ. കൽക്കണ്ടം ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സാക്കി പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് അടുപ്പത്ത് വെച്ച് വിരകി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ നമ്മളെ മോളൂസും ഇതാദ്യമേ കയറി ഇരുന്നിക്കണം കേട്ടോ. ഓൾക്ക് അളക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ ഓൾക്ക് വെള്ളത്തിന് അയച്ചിട്ടുണ്ട് പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഓൾ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഇത് പെട്ടെന്ന് തന്നെ വിരകി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ. അപ്പോൾ ഇതാ ഞാൻ അതിന് മോളെ മാമാമൊക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിന് മോള് ഫുഡൊക്കെ റെഡി ആയപ്പോൾ അത് ചൂടാറാനൊക്കെ വെച്ചിനി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ചപ്പോൾ അതും ഓഫാക്കി ഇട്ടീനി കേട്ടോ. പിന്നെ നമ്മൾ അതിന് മോൾക്ക് മാമാമ്മ കൊടുക്കാനാണ് കേട്ടോ നേരെ പോയത്. അപ്പോൾ ഇതിന് ചായയൊക്കെ ചൂടാറിക്കോട്ടെ കരുതി. അങ്ങനെ ചായയൊക്കെ ചൂടാറിയപ്പോൾ നമ്മളെ മോളൂസിന് ചായയൊക്കെ എടുത്തെടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ പതിവ് പോലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് നടക്കാൻ. അപ്പോൾ ഓള് മുന്നിൽ ഇറങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങാതൊക്കെ ഇതിൽ നടക്കൂലല്ലോ, ഓളെ ഒറ്റയ്ക്ക് അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നലെ ഞാൻ ഓൾക്ക് കാട്ടി കൊടുത്തതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതിൻ്റെ പേരെന്താണെന്നും അറിയില്ല. ഇതിങ്ങനെ മണത്താൽ ഓറഞ്ചിൻ്റെ മണമാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കുറേ നുള്ളി പറിച്ചിങ്ങാണ്ട് മണക്കലുണ്ടായിന് കേട്ടോ. അപ്പോൾ ഓൾക്കും പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അത് ഇന്ന് ഓളെന്നെ അത് പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.